എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എൻ്റെ അടുക്കളത്തോട്ടത്തെക്കുറിച്ചാണ്. അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് എൻ്റെ തോട്ടത്തിലെ പൊന്നാങ്കണ്ണി ചീര കേട്ടോ. ഞാൻ ചെടിച്ചട്ടിയിലാണ് നട്ടേക്കുന്നത്. ഒരു 3-4 ചട്ടി ഉണ്ടാവും. എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ തോരൻ വെക്കാൻ ഇതിനകത്ത് കിട്ടാറുണ്ട്. ഇത് കണ്ടോ, 2 കളറായിട്ട് നിൽക്കണേ. നിങ്ങൾ വിചാരിക്കുക എന്താവും അല്ലേ? അതായത് വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഇതിന് ഏകദേശം ഒരു റെഡ് കളറായിരിക്കുമേ. തണലത്താണെങ്കിൽ ഇതിന് ഗ്രീൻ കളറും ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ചട്ടി തണലത്താണിരുന്നത്, അതാണ് ഇങ്ങനെ ഗ്രീൻ കളറായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തേക്കുള്ളത് ആവശ്യത്തിന് എടുത്തതിന് ശേഷം അതൊന്ന് പ്രൂൺ ചെയ്യാൻ പോകും കേട്ടോ. പ്രൂൺ ചെയ്തതിന് ശേഷം ഈ പോട്ടൊന്ന് മാറ്റി ഇനിയിപ്പോൾ ചെറിയ പോട്ടിലേക്ക് നടന്നത്. എത്ര വലിയ പോട്ടിൻ്റെ ആവശ്യമൊന്നും ഈ ചീരയ്ക്കില്ല. കാരണം എന്താണെന്നറിയോ, ഇതിന് പ്രത്യേക പരിചരണമോ വളമോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഏത് കാലാവസ്ഥയിലും ഇത് വളരും. അപ്പോൾ ഞാൻ ചെടിച്ചട്ടി നടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ മഴയൊക്കെ പെയ്യുമ്പോഴേ അല്ലെങ്കിൽ മണ്ണ് തെറിക്കും. അപ്പോൾ നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ അതിൽ കല്ലൊക്കെ കടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചീരയൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഇച്ചിരി പൊക്കമുള്ള ചട്ടിയിലാണ് നടാറ്. അപ്പോൾ നമ്മൾ ഇതെന്താ എങ്ങനെ ഉപയോഗിക്കാമെന്നറിയോ, നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കും. അതിന് ശേഷമാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഫൈബർ നല്ലതായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ പൊന്നാങ്കണ്ണി ചീരയിൽ. പിന്നെ വൈറ്റമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൈറ്റമിൻ എയുടെ കലവറയാണ്. ഏറ്റവും കൂടുതൽ ചീരവർഗ്ഗങ്ങളിൽ ഇലവർഗ്ഗങ്ങളിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് ഏതാണെന്നറിയോ? അഗസ്ത്യ ചീരയല്ല കേട്ടോ. എനിക്ക് പക്ഷേ അഗസ്ത്യ ചീരയുടെ കളക്ഷനില്ല. നിങ്ങൾ വിചാരിക്കും അല്ലേ ചീര മാത്രമേ കാണിക്കാനുള്ളൂ. ഇന്ന് നമ്മളിത് റീപോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. അടുത്ത ദിവസം നമ്മുടെ അടുത്ത വിളകളുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ റീപോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരാഴ്ച തണലത്ത് വയ്ക്കുക. അതിന് ശേഷമാണ് നമ്മൾ വെയിലത്തേക്ക് മാറ്റി വയ്ക്കുക. അങ്ങനെ കുറച്ചത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതെല്ലാം ഒരേ മേനിക്ക് നല്ല തഴച്ച് വളർന്നിട്ടുണ്ടാവും. ഞാനിങ്ങനെയാണ് എൻ്റെ അടുക്കളത്തോട്ടത്തെ പരിപാലിക്കുന്നത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ വിലപ്പെട്ട സമയത്ത് ഇന്നൊരു കുറച്ച് സമയം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുക. വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാനും അതൊക്കെ ഒരു സുഖമല്ലേ നമുക്ക്. അപ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ പച്ചക്കറി കൃഷിയൊക്കെ. ഒരു കുറച്ച് സമയം നമ്മൾ ദിവസം അതിനുവേണ്ടി മാറ്റി വെച്ചാൽ നമുക്കിതൊക്കെ സാധിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു അടുക്കളത്തോട്ടം ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ഇനി വീണ്ടും ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.